ഷിയസ്റ്റ് ഇനി ഇവിടെ ഇറാന്റെ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവശേഷിക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വാദിക്കുന്ന ആഗോള മിലിറ്ററി വെബ്സൈറ്റുകളുണ്ട്. അങ്ങനെയല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷമെങ്കിലും പിന്നോട്ടടിക്കാൻ കഴിഞ്ഞു എന്ന ഇസ്രായേൽ അവകാശപ്പെടുന്ന പോലുള്ള അവകാശവാദം ഉണ്ട്. അതെന്തും ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു ഏറ്റുമുട്ടൽ കാലത്തെ പ്രൊപ്പഗണ്ട തിയറി ഉണ്ടല്ലോ, പ്രൊപ്പഗണ്ടയിൽ ഏത് എന്ന് നമുക്ക് തിരിയണമെങ്കിൽ കുറച്ചുകൂടി കഴിയണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശക്തമായ ഒരു ദേശീയ സൈന്യവുമായാണ് കൊമ്പുകോർക്കൽ ഇസ്രായേൽ നടത്തുന്നത്. അത് നമ്മൾ നേരത്തെ ഇസ്രായേൽ പലസ്തീനിലേക്ക് പോകുമ്പോൾ നമ്മളിരുന്ന് ചർച്ചയിൽ താങ്കൾ തന്നെ പറഞ്ഞതാണ്, ഇത് കുറച്ച് നാൾ കൊണ്ട് കഴിയുന്നതല്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോഴും തുടരുകയാണ്. നിരപരാധികളെ കൊല്ലുന്നതല്ലാതെ 53 ബന്ദികൾ ഇപ്പോഴും മോചിക്കപ്പെടാതെ ഇസ്രായേലുണ്ട്. ഇസ്രായേലിനകത്തത് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഇറാനുമായും പലസ്തീൻ മോഡൽ യുദ്ധത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് ഷിയസ്റ്റ് ഇന്നി? നോക്കൂ ശ്രീ ഹാഷ്മി, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഒക്ടോബർ 7 2023 അത് വലിയൊരു തിരിച്ചടി, വലിയൊരു നഷ്ടം, വലിയൊരു നാണക്കേടിന്റെ ഒരു കാര്യമായിരുന്നു. അവരുടെ ഐഡന്റിറ്റിയെ തന്നെ, അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്ത ഒരു അറ്റാക്ക് ആയിരുന്നു ഹമാസ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്. അതിനകത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർ ചെയ്തെന്ന് വെച്ചാൽ ഹമാസിനെ അവർ ഡീഗ്രേഡ് ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അവരെ വേറെ ഫോമിൽ വേറെ രീതിയിൽ അവർ വരും എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവർ ചെറിയ അറ്റാക്സ് ഒക്കെ നടക്കുന്നത്. പക്ഷേ ഒക്ടോബർ 7 ഏത് രീതിയിലായിരുന്നു ഹമാസ് ഉള്ളത്, ആ രീതിയിൽ ഇന്ന് ഹമാസ് ഇല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹിസ്ബുല്ല, അവരെ ഏറ്റവും അടുത്ത് കിടക്കുന്ന മറ്റൊരു നോൺ സ്റ്റേറ്റ് ആക്ടർ, അവരെയും അവർ ഒരു രീതിയിലുള്ള ഡിഗ്രഡേഷൻ ചെയ്തു. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇറാനെ നേരിട്ട് അവർക്ക് ഈ ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണെന്നും അതുകൊണ്ട് ഇറാനെ കൂടെ ഡീഗ്രേഡ് ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ സെക്യൂരിറ്റി കുറച്ചുകൂടെ വരൂ എന്നുള്ള ധാരണയിലാണ് ചെയ്യുന്നത്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോൺഫ്ലിക്ട് തുടങ്ങുമ്പം ആ കോൺഫ്ലിക്ട് എങ്ങനെ തീർക്കണം എന്നും കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യണം. ഒരു യുദ്ധം തുടങ്ങുന്നത് ഈസിയാണ്, പക്ഷെ അത് യുദ്ധം എങ്ങനെ നിർത്തണം എന്നും കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. കോൺഫ്ലിക്ട് ടെർമിനേഷനും കൂടെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. അതാണ് റഷ്യ യുക്രൈനിൽ നടക്കുന്നത്. അവിടെ കോൺഫ്ലിക്ട് തുടങ്ങി, പക്ഷെ റഷ്യക്ക് ഇത് എങ്ങനെ തീർക്കണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതേപോലെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇറാൻ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ ചെയ്യുകയാണെങ്കിൽ, അതായത് അവിടെ ആക്രമണം നിർത്തുകയാണെങ്കിൽ അവരത് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ അത് നിർത്തുന്നത്. കാരണം അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ന്യൂക്ലിയർ കാപ്പബിലിറ്റിയെ ഇല്ലാതാക്കുകയാണ്. അത് ഹമാസിനെ ഇല്ലാതാക്കുന്ന പോലത്തുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. കാരണം ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ ആ കാപ്പബിലിറ്റി എത്രമാത്രം തകർത്തു എന്ന് ആർക്കും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അതിന്റെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഇറാന്റെ കാപ്പബിലിറ്റി അവർക്ക് ഓൾറെഡി അച്ചീവ് ചെയ്തു എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. അതായത് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ റെഡിയാണ്. ഒരു സ്റ്റെപ്പും കൂടെ അല്ലെ 2 സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതിന്റെ കാരണം ഇന്നിപ്പം ഇറാന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഇസ്രായേൽ പറയുന്നതാണ്. ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ഈ പറഞ്ഞ പലസ്തീനിൽ എന്തൊക്കെയായിരുന്നു, പലസ്തീനിൽ ഇപ്പോൾ ഹമാസിനെ തീർത്തുകളയും എന്ന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞോ എന്ന് മാത്രം നോക്കൂ. ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആരോരുടെയും പിന്തുണയില്ലാത്ത ഒറ്റപ്പെട്ട രാജ്യമാണ്. ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, ഏതെങ്കിലും രാജ്യങ്ങളായി ഇപ്പോൾ റഷ്യയോ ചൈനയോ എന്നും ആയുധങ്ങൾ കൊടുക്കുന്നവർ ആലോചിച്ചിട്ട് പോലുമില്ല പലസ്തീന്. ഹമാസ് എന്ന് പറയുന്ന ഏതാണ്ട് ഒരു സൈന്യം പോലും അല്ല, ഒരു മിലീഷ്യ മാത്രമാണ്. നോക്കൂ, അവിടെ ഏറ്റവും ഒടുവിൽ ഇന്ന് ഗാസയിൽ 21-കാരൻ IDF സൈനികൻ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 430. അത് ഈ പറഞ്ഞ ഇസ്രായേൽ സ്ഥിരീകരിച്ച് പുറത്തു പറയുന്നതാണ്. അതല്ലാതെ വികലാംഗരാക്കപ്പെട്ട ആയിരക്കണക്കിന് സൈനികരുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ പറഞ്ഞ ഒരു ശക്തിയുമില്ലാത്ത പലസ്തീനിലേക്ക് പോയി അവർ ഇരുമ്പിൽ കടിച്ചെങ്കിൽ ഇറാനിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തൊരു പോക്കാകും അത് ശ്രീ എസ്റ്റിന്നി? ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഇസ്രായേലിനുള്ളത് ശ്രീ ഹാഷ്മി, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏകദേശം 2000 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഹമാസ് അവരുടെ അയൽവക്കത്താണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഈ 2000 കിലോമീറ്റർ ജോഗ്രഫിക്ക് വലിയൊരു ഒരു സ്ഥാനമുണ്ട് യുദ്ധത്തിൽ. ആ സ്ഥാനം വെച്ച് നോക്കുമ്പം ഹമാസിന് ഡയറക്റ്റ് ആയിട്ട് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രോബബ്ലി ഇറാന് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇറാന് ഈ ബാലിസ്റ്റിക് മിസൈലും എയർഫോഴ്സും ഡ്രോൺസും ഉപയോഗിച്ചിട്ടാണ് മാത്രമേ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കൂ. ഇപ്പോ അവരുടെ എയർഫോഴ്സിന്റെ ഇറാന്റെ എയർഫോഴ്സ് കറന്റ്ലി കുറച്ച് പഴയ എക്യുപ്മെന്റ്സ് ആണ് അവരിലുള്ളത്. പക്ഷെ അവർക്ക് അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഡ്രോൺസ് അവരുടെ അഡ്വാൻസ്ഡ് ആണ്. അവരുടെ ഡ്രോൺ ടെക്നോളജി ഇന്ന് ലോകത്ത് എല്ലായിടത്തും അവർ ഉപയോഗിക്കുന്നു. റഷ്യ പോലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഡ്രോൺ ടെക്നോളജിയിൽ അവർക്ക് ഉണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഏകദേശം 2000 ഉണ്ട്.
ഒരു മാസം 50ഓളം ബാലിസ്റ്റിക് മിസൈൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പൊ ഇതൊരു ഈ എയർ വാർഫെയർ ആകുമ്പം തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റേക്ക് അങ്ങനത്തെ രീതിയിൽ പോയില്ലെങ്കിൽ തന്നെയും ഇസ്രയേലിന്റെ ഭാഗത്ത് നഷ്ടം ഉണ്ടാവാം. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ കാണുന്നത് ഈ രീതിയിൽ വരുമ്പം ഇറാനും വലിയ ഒരു വില കൊടുക്കേണ്ടി വരും. അത് കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് എയർഫോഴ്സ് ഉപയോഗിച്ച് അവരുടെ മിസൈൽസ് ഉപയോഗിച്ച് പ്ലസ് US-ന്റെ ഇൻഡയറക്ട് സപ്പോർട്ട്, US ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും US-ന്റെ ഒരു ഇൻഡയറക്ട് സപ്പോർട്ട് ഇസ്രയേലിനുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇറാനിന് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ഡെഫിനറ്റ്ലി അവർക്കും കാഷ്വാലിറ്റീസ് ഉണ്ടാവും. കാരണം ഈ ഒരു 15-16 എന്ന് പറയുന്ന ഇരിക്കുന്ന രണ്ടുപേരും ഏകദേശം തുല്യമായിട്ടുള്ള രീതിയിൽ റാങ്കിങ്ങിലാണെങ്കിൽ, പക്ഷെ പല എക്യുപ്മെന്റിൽ ഇസ്രയേൽ ബെറ്റർ ആണ്, പല എക്യുപ്മെന്റിൽ ഇറാൻ ബെറ്റർ ആണ്. നഷ്ടം രണ്ടുപേർക്കും ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയമില്ല.